ഒരു വലിയ പേരാൽമരത്തിന്റെ കൊമ്പിൽ രണ്ടു കുരുവികൾ സ്നേഹത്തോടെ ഒരു കൂടുകൂട്ടി താമസിച്ചിരുന്നു. ആ ചെറിയ കൂടായിരുന്നു അവയുടെ സ്വർഗം. കുറച്ചു നാളുകൾക്ക് ശേഷം പെൺകുരുവി ആ കൂട്ടിൽ 2 മുട്ടകളിട്ടു. തങ്ങളുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞുവരുന്നത് കാണാൻ അവ ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു. ആ കാട്ടിൽ വലിപ്പമേറിയ ശരീരവും കൊമ്പുകളുമുള്ള ഒരു ആനയുണ്ടായിരുന്നു. താനാണ് ഈ കാട്ടിലെ രാജാവെന്നും തന്നേക്കാൾ വലിയവൻ ആരുമില്ലെന്നും കരുതിയിരുന്ന ഒരു അഹങ്കാരിയായിരുന്നു അവൻ. പോകുന്ന വഴിയിലുള്ള ചെറിയ ചെടികളെയും മരങ്ങളെയും അവൻ വെറുതെ ചവിട്ടി നശിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം ആന ആ പേരാൽമരത്തിന് അടുത്തെത്തി. മരത്തിന്റെ വലിപ്പം കണ്ട് അസൂയ തോന്നിയ അവൻ തന്റെ തുമ്പിക്കൈകൊണ്ട് മരത്തിന്റെ തായ്തടിയിൽ അടിക്കാൻ തുടങ്ങി. കുരുവികൾ കരഞ്ഞുകൊണ്ട് തങ്ങളുടെ മുട്ടകളെ ഓർത്ത് ആനയോട് അപേക്ഷിച്ചു. പക്ഷെ കരുണയില്ലാത്ത ആന മരക്കൊമ്പൊടിച്ചു. കൂട് താഴെ വീണ് മുട്ടകൾ തകർന്നുപോയി. കുരുവികളുടെ സങ്കടം കണ്ടിട്ടും പരിഹസിച്ചു ചിരിച്ചുകൊണ്ട് ആന അവിടെ നിന്നുപോയി. സങ്കടം സഹിക്കവയ്യാതെ കുരുവികൾ കാട്ടിലെ ജ്ഞാനിയായ മുങ്ങയോട് പരാതി പറഞ്ഞു. മുങ്ങ അവരെ ആശ്വസിപ്പിച്ചു. വലിപ്പമല്ല, ബുദ്ധിയാണ് വലിയ കാര്യം. മുങ്ങയുടെ പ്ലാൻ അനുസരിച്ച് ഒരു കൊതുകും മരംകൊത്തിയും തവളയും സഹായത്തിനെത്തി. ഒരു ഉച്ചസമയം ആന വിശ്രമിക്കുമ്പോൾ കൊതുക് വന്ന് അവന്റെ ചെവിക്കടുത്ത് പാട്ടുപാടാൻ തുടങ്ങി. സംഗീതം കേട്ട് ആന മയങ്ങിയ സമയം നോക്കി മരംകൊത്തി അവന്റെ 2 കണ്ണുകളും കൊത്തിപ്പൊട്ടിച്ചു. കണ്ണുകാണാതെ വേദന കൊണ്ട് പുളഞ്ഞ ആന വെള്ളത്തിനായി പരതി നടന്നു. അപ്പോൾ ദൂരെയുള്ള ഒരു വലിയ കുഴിയിലിരുന്ന് തവള ഉറക്കെ കരയാൻ തുടങ്ങി. വെള്ളത്തിനടുത്താണല്ലോ തവളകൾ കരയുന്നത് എന്നു കരുതി ആന ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വേഗത്തിൽ നടന്നു. അവൻ ചെന്നു വീണത് ആ വലിയ കുഴിയിലേക്കായിരുന്നു. പശ്ചാത്താപം. കുഴിയിൽ നിന്ന് പുറത്തുകിടക്കാൻ കഴിയാതെ കിടന്ന ആനയോട് കുരുവികൾ പറഞ്ഞു, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഉപയോഗിക്കുന്ന ശാരീരിക ബലത്തേക്കാൾ വലുതാണ് ഞങ്ങളുടെ ഈ ഒരുമയും ബുദ്ധിയും. തന്റെ തെറ്റ് മനസ്സിലാക്കിയ ആന കുരുവികളോട് ക്ഷമ ചോദിച്ചു. കുരുവികൾക്ക് അവനോട് തോന്നിയ ദയ കാരണം മറ്റ് മൃഗങ്ങളുടെ സഹായത്തോടെ ആനയെ കുഴിയിൽ നിന്ന് രക്ഷിച്ചു. അന്നുമുതൽ ആ ആന അഹങ്കാരം ഉപേക്ഷിച്ച് എല്ലാവരോടും സ്നേഹത്തോടെ ജീവിച്ചു. ഗുണപാഠം. വലിപ്പമല്ല, ബുദ്ധിയും ഒത്തൊരുമയുമാണ് യഥാർത്ഥ ശക്തി. പണ്ടുപണ്ട് പച്ചപ്പട്ടുടുത്ത ഒരു വലിയ കാടിന്റെ നടുവിലൂടെ തെളിനീരൊഴുകുന്ന ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയുടെ തീരത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ മാവുണ്ടായിരുന്നു. ആ മാവിന്റെ ചില്ലയിലാണ് അമ്മക്കുരുവി താമസിച്ചിരുന്നത്. അമ്മക്കുരുവി വെറുതെ ഇരിക്കുകയായിരുന്നില്ല. വരാനിരിക്കുന്ന മഴക്കാലത്തിനു മുൻപ് തന്റെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായ ഒരു വീട് പണിയാനുള്ള തിരക്കിലായിരുന്നു അവൾ. ഓരോ ദിവസവും ദൂരേക്ക് പറന്നുപോയി കൊക്കുകളിൽ പുല്ലും ഉണങ്ങിയ ഇലകളും നൂൽനാരുകളും ശേഖരിച്ച് അവൾ കൊണ്ടുവരും. അച്ഛൻകുരുവിയും അവളെ സഹായിച്ചു. കഠിനമായ വെയിലിനെപ്പോലും വകവയ്ക്കാതെ ദിവസങ്ങളോളം അധ്വാനിച്ചാണ് അവർ ആ മനോഹരമായ തൂക്കണാംകുരുവി കൂട് പണിതീർത്തത്. വൈകാതെ ആ കൂട്ടിൽ 3 കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. അവരുടെ കളകളാരവം കൊണ്ട് ആ മരം എപ്പോഴും ശബ്ദായമാനമായിരുന്നു. ഒരു ദിവസം പുഴയിലെ വെയിലുകായനായി തീരത്തേക്ക് കയറിവന്നതായിരുന്നു ആമ. അവൻ പതിയെ തലയുയർത്തി മരക്കൊമ്പിലെ ആ കൂട് നോക്കി. ആമയ്ക്ക് തന്റെ കട്ടിയുള്ള പുറന്തോടിൽ വലിയ അഭിമാനമായിരുന്നു. അവൻ അമ്മക്കുരുവിയെ വിളിച്ചു പറഞ്ഞു, ഹേയ് കുരുവി, നിന്നെ കണ്ടിട്ടെനിക്ക് കഷ്ടം തോന്നുന്നു. എത്ര ദിവസമാണ് നീ ഈ ചപ്പും ചവറും വെച്ച് കഷ്ടപ്പെട്ടത്? ഇത്രയൊക്കെ പണിപ്പെട്ടിട്ടും ഈ വീടിനെന്തു ഭംഗിയാണുള്ളത്. കുറച്ച് കാറ്റടിച്ചാൽ ഇതാടും, മഴ പെയ്താൽ വെള്ളമുള്ളിൽ കയറും. കണ്ടില്ലേ എന്റെ വീട്? ജന്മനാ എനിക്ക് കിട്ടിയ ഈ പുറന്തോട്. ഇതിലും സുരക്ഷിതമായ ഒരിടം ഈ ലോകത്തുണ്ടോ? എവിടെ പോയാലും എന്റെ വീട് എന്റെ കൂടെയുണ്ടാകും. നിന്നെപ്പോലെ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കേണ്ട കാര്യം എനിക്കില്ല. ആമയുടെ പരിഹാസം കേട്ടിട്ടും അമ്മക്കുരുവി ദേഷ്യപ്പെട്ടില്ല. അവൾ ശാന്തമായി കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്ത ശേഷം ആമയുടെ അരികിലേക്ക് പറന്നിറങ്ങി. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തേ, നീ പറഞ്ഞത് ശരിയാണ്. എന്റെ വീടുണ്ടാക്കാൻ ഞാൻ ഒരുപാട് വിയർപ്പൊഴുക്കി. ഇതിന് നിന്റെ പുറന്തോടിന്റെ അത്ര ഉറപ്പില്ലായിരിക്കാം, ഒരുപക്ഷെ കാണാൻ അത്ര ഭംഗിയുമുണ്ടാവില്ല. പക്ഷെ ഒന്നുണ്ട്, ഈ ചെറിയ കൂട്ടിൽ ഞാനും എന്റെ കുഞ്ഞുങ്ങളും അച്ഛൻകുരുവിയും സ്നേഹത്തോടെ ഒന്നിച്ചു കഴിയുന്നു. ഞങ്ങൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. എന്റെ വീട് ചെറുതാണെങ്കിലും അത് സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ്. അമ്മക്കുരുവി തുടർന്നു, നിന്റെ പുറന്തോട് നിനക്ക് വലിയ സുരക്ഷ നൽകുന്നുണ്ടാകാം. പക്ഷെ ആ വീട്ടിൽ നിനക്ക് മാത്രമേ കയറാൻ കഴിയൂ. നിനക്ക് സങ്കടമോ സന്തോഷമോ വരുമ്പോൾ അത് പങ്കുവയ്ക്കാൻ ആരെങ്കിലും നിന്റെ കൂടെ ആ വീട്ടിലുണ്ടോ? പ്രിയപ്പെട്ടവരില്ലാത്ത സ്നേഹമില്ലാത്ത ഒരു വലിയ കൊട്ടാരത്തേക്കാൾ എനിക്ക് പ്രിയം എന്റെ കുടുംബത്തോടൊപ്പം കഴിയുന്ന ഈ ചെറിയ കൂട് തന്നെയാണ്. അമ്മക്കുരുവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആമ നിശബ്ദനായി. അവൻ തന്റെ ഒഴിഞ്ഞ പുറന്തോടിനുള്ളിലേക്ക് ഒന്ന് നോക്കി. ശരിയാണ്, താൻ സുരക്ഷിതനാണ്. പക്ഷേ താൻ ഒറ്റയ്ക്കാണ്. സ്നേഹമുള്ളവർ ഒപ്പമില്ലെങ്കിൽ വീട് വെറും ഒരു മൺകൂനയോ തോടോ മാത്രമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തന്റെ അഹങ്കാരത്തിൽ ആമയ്ക്ക് ലജ്ജ തോന്നി. നീ പറഞ്ഞതാണ് ശരി അമ്മക്കുരുവി, ആമ പറഞ്ഞു. എല്ലാവരും ഒത്തൊരുമയോടെ കഴിയുന്നതാണ് യഥാർത്ഥ സന്തോഷം എന്നെനിക്ക് മനസ്സിലായി. അന്നുമുതൽ അവർ നല്ല സുഹൃത്തുക്കളായി മാറി. ആമ പുഴക്കരയിലിരുന്ന് കുരുവികളുടെ പാട്ടുകേട്ട് സന്തോഷത്തോടെ കാലം കഴിച്ചു. ഒരു വീടിന്റെ വലിപ്പത്തിലോ സൗകര്യത്തിലോ അല്ല കാര്യം, അവിടെ വസിക്കുന്നവർ തമ്മിലുള്ള സ്നേഹത്തിലും ഒത്തൊരുമയിലുമാണ് യഥാർത്ഥ സന്തോഷമിരിക്കുന്നത്. ഒരു വലിയ മരത്തിൽ ഒരു കാക്ക താമസിച്ചിരുന്നു.
താൻ സുരക്ഷിതനാണെന്നും സമാധാനമായി ജീവിക്കുന്നുവെന്നും കരുതിയിരുന്ന കാക്കയ്ക്ക് ഒരു ദിവസം അവിടെയുള്ള പുഴയിൽ ഒരു അരയന്നത്തെ കണ്ടപ്പോൾ അസൂയ തോന്നി. ഇവനെത്ര വെളുത്തിരിക്കുന്നു, ഞാൻ എത്ര കറുത്തവനാണ്, ഇവനായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി, കാക്ക കരുതി. കാക്ക അരയന്നത്തോട് ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ അരയന്നം മറുപടി നൽകി, അല്ല കൂട്ടുകാരാ, ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷേ 2 നിറങ്ങളുള്ള തത്തയെ കണ്ടപ്പോൾ അവനാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരൻ എന്ന് എനിക്ക് തോന്നി. കാക്ക തത്തയെ ചെന്ന് കണ്ടു. തത്ത പറഞ്ഞു, ഞാൻ വെറും 2 നിറത്തിൽ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പല നിറങ്ങളുള്ള മയിലിനെ കണ്ടപ്പോൾ എനിക്കെന്റെ ഭംഗിയൊന്നുമല്ലെന്ന് തോന്നി. ഒടുവിൽ കാക്ക മൃഗശാലയിലുള്ള മയിലിനെ കാണാൻ പോയി. മയിലിന്റെ ഭംഗി ആസ്വദിക്കാൻ 100 കണക്കിന് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. ആളുകൾ പോയിക്കഴിഞ്ഞപ്പോൾ കാക്ക മയിലിനോട് പറഞ്ഞു, നീ എത്ര ഭാഗ്യവാനാണ്, 1000കണക്കിന് ആളുകളാണ് നിന്നെ കാണാൻ വരുന്നത്. നീയായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി. മയിൽ സങ്കടത്തോടെ പറഞ്ഞു, കൂട്ടുകാരാ, എന്റെ ഈ ഭംഗി കാരണമാണ് ഞാൻ ഈ കൂട്ടിനുള്ളിൽ തടവുകാരനായത്. അവിടെ നിൽക്കുന്ന നിന്നെ നോക്കൂ, ആരും നിന്നെ പിടിച്ചുകൂട്ടിയിടില്ല. നിനക്ക് എവിടെ വേണമെങ്കിലും പറന്നു നടക്കാം. ഈ കൂട്ടിനുള്ളിലിരുന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെപ്പോലെ ഒരു കാക്കയായി സ്വതന്ത്രമായി പറക്കാനാണ്. അപ്പോഴാണ് കാക്കയ്ക്ക് മനസ്സിലായത് താൻ എത്ര വലിയ ഭാഗ്യവാനാണെന്ന്. അവൻ സന്തോഷത്തോടെ ആകാശത്തേക്ക് പറന്നുയർന്നു. ഗുണപാഠം: മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുക. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പഠിച്ചാൽ മാത്രമേ ജീവിതത്തിൽ സമാധാനം ലഭിക്കൂ. നമ്മുടെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്.